സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം, സമൂഹത്തിന് തെറ്റായ സന്ദേശം തരുന്ന രേണു എന്ന് പറയുന്ന ഒരു വൈറൽ താരം നമ്മുടെ ഇടയിൽ കുറേ കാലങ്ങളായിട്ട് വന്നു വിലസുകയാണ്. ഈ രേണു എന്ന് പറയുന്ന ആ സ്ത്രീ നമ്മുടെ ഇടയിൽ വന്ന് വളരെയധികം കുട്ടികൾക്ക് കാണാൻ വയ്യാത്ത, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ വയ്യാത്ത, സാധാരണ ജനങ്ങൾ നമ്മളെപ്പോലെയുള്ള സാധാരണ കുടുംബങ്ങളിലുള്ള ഓരോ വ്യക്തികൾക്കും വളരെ മോശമായ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ വളരെ തിന്മകളിൽ കൂടെ ഉള്ള ഒരു പദയാത്ര നടത്തുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് രേണു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബേഴ്സ് പല ആൾക്കാരും, അനീഷാണെങ്കിലും അതുലാണെങ്കിലും അങ്ങനെ എല്ലാവരുടെയും പേരെനിക്കറിയില്ല, നല്ല നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. യഥാർത്ഥ കാരണങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള യൂട്യൂബേഴ്സ് നമുക്ക് ഒരുപാട് നന്മകൾ പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് നല്ല ഒരു നാടിന് വേണ്ടി, നല്ലൊരു മെസ്സേജ്, നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള ഓരോ മോട്ടിവേഷനുമാണ്, ഓരോ മെസ്സേജുകളുമാണ് നമ്മൾ നടത്തേണ്ടത്. അത് എന്ത് കാരണമായിക്കോട്ടെ, നമ്മൾ യൂട്യൂബേഴ്സ് പറയുന്നതിനെ എല്ലാമാണ് ഇപ്പോൾ രേണു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബേഴ്സിനെയും അതിനേക്കാൾ ഉപരി പ്രേക്ഷകരെയുമാണ് രേണു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരാണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും അവരുടെ ഭാഗത്ത് എന്താണ് തെറ്റ്? യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇത് ഞാൻ പറയാൻ കാരണം, കുറേ നാളായി കൊല്ലം സുധിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് രേണു ഇവിടെ കിടന്ന് കളിക്കുന്ന നാടകങ്ങൾ സമൂഹത്തിൽ വന്ന് ഓരോ പ്ലാറ്റ്ഫോമിലും, ബിഗ് ബോസിലാണെങ്കിലും അല്ലെങ്കിൽ നടു റോഡിൽ കിടന്നുള്ള ആ രേണുവിൻ്റെ പ്രകടനം നമ്മളെ എല്ലാവരെയും വളരെ രോഷാകുലർ നമ്മളെ ആക്കുന്നത്. നമുക്ക് ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? റീൽസ് ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും വളരെ മ്ലേച്ഛമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ഉള്ള കണ്ടന്റുകൾ, അതായത് നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത, നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത, നമുക്ക് പെട്ടെന്ന് ഓഫായി ആറ്റിക്കളയും. നമ്മൾ രേണുവിൻ്റെ ഒരു റീൽസ് കണ്ടാൽ, അല്ലെങ്കിൽ രേണുവിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടാൽ, അല്ലെങ്കിൽ രേണുവിൻ്റെ ഒരു ഡാൻസ് കണ്ടാൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും? ഇത് ഓഫാക്കും. അതിന് നമുക്കൊരു ചില പരിപാടികൾ കണ്ടാൽ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ നമുക്ക് തോന്നും, അല്ലേ? അത്രയ്ക്കും മോട്ടിവേഷനുള്ള, അത്രയ്ക്ക് സമൂഹത്തിന് നല്ല മെസ്സേജുകൾ തരുന്ന, അത്രയ്ക്ക് നല്ല കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തിലുള്ള ആൾക്കാർക്ക് വളരെ തിന്മകൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലുള്ള റീൽസുകളും പ്രകടനങ്ങളും ഡാൻസുകളും ഷോർട്ട് വീഡിയോസും ബാർ ഡാൻസും ബിഗ് ബോസിൽ പേര് പെറുക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടു. എന്നീ പറഞ്ഞാൽ തീരില്ലാത്ത പോലെയുള്ള പ്രകടനങ്ങളാണ്. നമുക്കിതിനകത്ത് പ്രതികരിക്കാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഓരോ യൂട്യൂബേഴ്സും ഇവിടെ വന്ന് സമൂഹത്തിന് മുന്നിൽ നിന്ന് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത്രയധികം നെഗറ്റീവ് കമന്റ് വരുന്ന ഒരു സ്ത്രീയും നമ്മുടെ നടീനടന്മാരുടെ ഇടയിലാണെങ്കിലും സാധാരണ ജനങ്ങളുടെ ഇടയിലാണെങ്കിലും, അല്ലെ, സാധാരണ എത്രയോ ആൾക്കാർ റീൽസ് ചെയ്യുന്നു, നാടകം ഡാൻസ് ചെയ്യുന്നു, ഷോർട്ട് ഫിലിം പിടിക്കുന്നു, അല്ലേ? അങ്ങനെ എത്രമാത്രം ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ രേണുവിന് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് കമന്റ് നമ്മൾ പറയുന്നത്, നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികൾക്കും വളർന്നു വരുന്ന തലമുറയ്ക്കും സാധാരണ നല്ല കുടുംബത്തിൽ ജീവിച്ചു വരുന്ന ഓരോ ജനങ്ങൾക്കും വലിയ ദോഷകരമായിട്ട് ഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം, നമ്മൾ കുടുംബമായി ജീവിക്കുന്ന ഓരോ ആൾക്കാരും, പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്, കൊച്ചു കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. ഇവരൊക്കെ ഏത് രീതിയിലാണ് ഈ സമൂഹത്തിലെ ഉള്ള കാര്യങ്ങൾ വിലമതിക്കേണ്ടത്? എവിടെയാണ് സത്യസന്ധതയുള്ളത്? കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഓരോ അറിവും അവരുടെ ചെറുപ്രായത്തിൽ വളരെ വലുതാണ്. തെറ്റായ ഒരു സന്ദേശം അവർക്ക് ലഭിക്കുമ്പോൾ അവർക്കത് തെറ്റാണെന്ന് ചെറുപ്രായത്തിൽ അറിയില്ല. ഇത് കണ്ടു വളരുന്ന കുട്ടികൾ അതുപോലെ ആവാൻ ശ്രമിക്കുന്നു. അനുകരണം, കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് അനുകരണം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ ഡാൻസ് കളിക്കുന്ന ഈ രേണു സുധി കാട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കാർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബേഴ്സ് പലരും ആവർത്തിച്ച് അവരുടെ വീഡിയോസ് ഇടുന്നത്. അവരുടെ വീഡിയോ നെഗറ്റീവ് കമന്റ് ഇടുന്നു എന്നുള്ള പരാതി ആ സ്ത്രീ പറയുമ്പോഴും നമ്മൾ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഇപ്പോൾ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് സഹോദരങ്ങളും, ഭാര്യയും ഭർത്താവും, അമ്മയും അച്ഛനും മക്കളും സഹോദരങ്ങളും എല്ലാവരും, കുട്ടികൾ അടങ്ങിയ മുതിർന്ന പ്രായമായിട്ടുള്ള സ്ത്രീകൾ, പ്രായമായിട്ടുള്ള ആൾക്കാർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള വളരെയധികം ഉള്ള നമ്മുടെ
സമൂഹത്തിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വിലമറിക്കാറുണ്ട്. നമുക്കിഷ്ടപ്പെടുന്ന ഒരു ഇതാണെങ്കിൽ, നല്ല ഒരു മോട്ടിവേഷനുള്ള ഒരു കാര്യമാണ് എങ്കിൽ നമ്മളെന്താണ് ശ്രദ്ധിക്കും. വാർത്തയായി ആയിക്കോട്ടെ, മറ്റൊരു കലാപരിപാടികളായിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കാണാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെങ്കിൽ ഇത്രയും നിലവാരം കുറഞ്ഞ ഒരു പരിപാടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി എന്നോണം, അതായത് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് അംഗീകരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ വന്ന് നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമുക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന് പറയുവാനും കാരണങ്ങളുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ വന്ന്, സോഷ്യൽ മീഡിയയിൽ വന്ന് പൊട്ടത്തരം വിളമ്പുന്നു എന്നുള്ളതാണ്. പൊട്ടത്തരം വിളമ്പുകയാണ്. അത് നേരെ ചൊവ്വേ ഒരു വാക്ക് പറയാൻ അറിയില്ലാത്ത, എന്താ പറയുന്നേ, വിദ്യാഭ്യാസം അധികം ഇല്ലാത്തതിൻ്റെതായ ഒരു കുറവുകളാണ്. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ പേര് മാന്യമായി നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു ഡാൻസ് കളിച്ചാലും അല്ലെങ്കിൽ റീൽസ് കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അതിൻ്റെതായ രീതിയിൽ കൂടി, അതിൻ്റെതായ മാന്യത പുലർത്തിക്കൊണ്ട്, അതിൻ്റെതായ കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് ഓരോ സമൂഹത്തിലുള്ള ഓരോ ജനങ്ങൾക്കും മോട്ടിവേഷൻ ആകുവാനും, നല്ല നല്ല മെസ്സേജുകൾ, നല്ല നല്ല കാര്യങ്ങൾ, അവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തന്നിലൂടെ ഓരോ കാര്യങ്ങളിലൂടെ അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മോശമായ റീൽസുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സ്ത്രീക്കും എതിരായിട്ട് മാത്രം എത്രയോ നടികൾ നമുക്ക് ഇതിനു മുമ്പ് അഭിനയിച്ചു പോയി. കലാകാരന്മാർ അല്ലെ, കലാകാരികൾ, വളരെയധികം അവർക്കെല്ലാം മൂല്യം കൽപ്പിക്കുന്ന നമ്മൾ, അവർക്കെല്ലാം വിലമതിക്കാനാവാത്ത തരത്തിലുള്ള ബഹുമാനം കൊടുക്കുന്ന നമ്മൾ, ഈ ഒരു സ്ത്രീയെ മാത്രം ഇത്രയധികം കുറ്റപ്പെടുത്തണമെങ്കിൽ ഓരോ യൂട്യൂബേഴ്സ് ആണെങ്കിലും ജനങ്ങളിൽ നിന്നാണെങ്കിലും എന്താ പറയുന്നത്, കമന്റ്സുകളിലൂടെ ആണെങ്കിലും എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ആ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? എത്രയോ നടികൾ ഇതിനു മുമ്പ് അഭിനയിച്ചു പോയി. ഇപ്പോഴും എത്രയോ നടികൾ അഭിനയിക്കുന്നു. അഭിനയം ഒരു കലയാണ്, വളരെ നല്ലൊരു കലയാണ്. അതിനെ ഇത്തരത്തിൽ തരം താഴ്ത്തി എടുക്കുമ്പോഴാണ് നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. ഈ പ്രതികരിക്കുമ്പോൾ അവരെ വന്ന് കുറ്റപ്പെടുത്തുന്നു. എൻ്റെ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റ് പറയുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെ നെഗറ്റീവ് പറയാതിരിക്കും? ഇപ്പോൾ രേണുസുധി രംഗത്തിറങ്ങിയിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തരംതാണ വീഡിയോകൾ, തരംതാണ കണ്ടന്റ് ഉപയോഗിച്ചുള്ള മോശമായ, വളരെ മ്ലേച്ഛമായ വീഡിയോസ് അല്ലെങ്കിൽ നല്ല തരംതാണ വാക്കുകൾ നമുക്കറിയാം. ഈയിടെല്ലാം രേണു എന്താണ്, വളരെ സംസ്കാരമില്ലാത്ത, വളരെ നിലവാരം കുറഞ്ഞ, നമുക്കൊരിക്കലും കേൾക്കാൻ പോലും കൊള്ളില്ല, നമുക്കൊന്നും പറയാൻ പോലും മനസ്സ് നമുക്ക് വരത്തില്ല അല്ലെ, ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം വലിയ ഒരു വിരുദ്ധേഷനാണ്. നമുക്കതിൻ്റെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും, ഓരോ ജനങ്ങളും പ്രതികരിക്കും. അപ്പോൾ രേണുവിന് പണം കിട്ടണം എന്നൊരൊറ്റ ഒരു ആർത്തി മാത്രമേ ഉള്ളൂ. ഏത് വിധേനയും പണം ഉണ്ടാക്കുന്നു എന്നൊരു സ്ത്രീ വിട്ടിറങ്ങിയാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ തെറ്റായി ചൂണ്ടിക്കാണിക്കാനുള്ള ആ ആർജവത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അതിനെ വളരെ ഗൗരവത്തെ നമുക്ക് ഷൗട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു എന്താ പറയുന്നേ, നെഗറ്റീവ് കമന്റിലൂടെയാണ് രേണു വളർന്നു വലുതായത്. ഈ വളർന്നു വലുതാകുന്നു എന്ന് പറയുമ്പോൾ പല രീതിയിലും വളരാൻ സാധിക്കും. നെഗറ്റീവിലൂടെ വളരാൻ സാധിക്കും, പോസിറ്റീവിലൂടെ വളരാൻ സാധിക്കും. നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അവർക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായി എത്തുന്ന ഉത്തരവാദിത്തങ്ങളാണ്. അതിലൊന്നാണ് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുക എന്നുള്ളത്, സംസാരിക്കുക എന്നുള്ളത്. മറിച്ച് തങ്ങളുടെ ഒരു പണം ഉണ്ടാക്കുന്ന ഒരു കാര്യം, വ്യക്തിപരമായ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. നമ്മളെല്ലാവരും ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. എനിക്കുണ്ടൊരു ജോലി കഴിഞ്ഞ് വന്നാണ് വീഡിയോസ് ചെയ്യുന്നത്. നമുക്കൊരു സ്ഥാപനത്തിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാകാം, അല്ലെങ്കിൽ ബിസിനസ് ആകാം, അല്ലെങ്കിൽ തൊഴിലുറപ്പ് മേഖലയാകാം, അല്ലെങ്കിൽ കലാരംഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന അഭിനേതാക്കൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിന് നല്ല മാർഗദർശിയായിട്ടുള്ള എത്രയോ മഹാന്മാര് ജീവിച്ചു വളർന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും കാട്ടിത്തന്ന ആൾക്കാർ തന്നെയാണ്. അതിൻ്റെതായ മഹത്വം നമ്മൾ കാണിക്കണം. നമ്മൾ ഓരോരുത്തരും തന്നെ
മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പാടില്ലാത്ത, കുടുംബമായി താമസിക്കുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തരംതാണ വീഡിയോകൾ പ്രദർശിപ്പിക്കുന്ന, റോഡിൽ നിന്ന് ഇത് എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു നടു റോഡിൽ നിന്ന് തന്നെ അഭിനയിച്ച്, എന്താ പറയുന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചെയ്യുന്ന രേണുവിന് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത്തരത്തിലുള്ള തരംതാണ ഡയലോഗുകൾ അല്ലെ, ഒരു കുടുംബത്തിൽ പിറന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒന്നും ഇത്തരത്തിലുള്ള ലോ ആയിട്ടുള്ള കമന്റ്സുകൾ അല്ലെ. എങ്ങനെ ഇത് ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കണം. സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മാതൃകയാകേണ്ട ഒരു സ്ത്രീയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ആണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും ഡയലോഗുകളാണെങ്കിലും ഉരുളക്കുപ്പേരി പോലെ അല്ലെ, ഒരു ചോദ്യത്തിന് ഉരുളക്കുപ്പേരി പോലെ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. ഒരു സ്ത്രീക്ക് ചേർന്നാണോ ഇത്? ഒരിക്കലുമല്ല. നല്ല ആൾക്കാർക്ക് അല്ലെ, നല്ല നമുക്ക് സാധാരണ ജനങ്ങൾക്ക്, സാധാരണ നമ്മളെ പോലെയുള്ള കുടുംബത്തിൽ ഉള്ള, കുടുംബമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സുകളാണെങ്കിലും, ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ മാന്യത കെട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടു റോഡിൽ വന്ന് ആക്ട് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായിട്ട് കെട്ടിപ്പിടുത്തവും പല രീതിയിലുള്ള രംഗങ്ങളും ആക്ടിന്റെ പേരിൽ, അതായത് അഭിനയമല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് രേണു ചോദിക്കുന്നത്. പക്ഷെ രേണു ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അഭിനയമാണ്, അതെല്ലാവർക്കും അറിയാം. അഭിനയമാണ്, ക്യാമറയുടെ മുൻപിലാണ്, ജനങ്ങളുണ്ട്, ജനങ്ങൾ കാണുകയാണ്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് എന്താണ് രേണു ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിൽ നിന്ന് മെസ്സേജ് തരുന്നത്? സമൂഹത്തിന് മെസ്സേജ് വരുന്നത് എന്താണ്? കുട്ടികളെല്ലാം ഇങ്ങനെ ചെയ്യണമെന്നാണോ രേണു ഉദ്ദേശിക്കുന്നത്? അതോ വളർന്നു വരുന്ന തലമുറ ഇങ്ങനെയൊക്കെ അങ്ങ് പണം സമ്പാദിക്കാൻ കേട്ടോ എന്നാണോ രേണു ഉദ്ദേശിക്കുന്നത്? എന്നാൽ രേണുവിന് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. അഭിമാനം കളഞ്ഞിട്ട് ഒരു സ്ത്രീയും, കേരളത്തിലെന്നല്ല ലോകത്തിലെവിടെയും ഒരു സ്ത്രീയും ഇതുപോലുള്ള രംഗങ്ങളിൽ അഭിനയിക്കാനോ, എന്താ പറയുന്നേ, വാക്കുകൾ രേണുവിനെ പോലെ പറയാനോ ഒന്നും ആർക്കും സാധിക്കത്തില്ല. അത് നമ്മുടെ കുടുംബ മഹിമയാണ്. രേണുവിന്റെ സ്വഭാവവും കുടുംബ മഹിമയുമാണ് ഇത് തെളിയിക്കുന്നത്. ഓരോ ദിവസവും വന്ന് അത് വൈകിയല്ല കൂടിക്കൊണ്ടുവരികയാണ്. നമ്മൾ കൃതിയിരിക്കും തോറും ആളങ്ങോട്ട് കുറച്ചുകൂടി അങ്ങോട്ട് ഹൈ ലെവലിലേക്കുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. ഇത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അഭിമാനക്ഷതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പണത്തേക്കാൾ മൂല്യം മനുഷ്യരുടെ ജീവിത രീതി, മനുഷ്യരുടെ സ്വഭാവ മൂല്യം. മനുഷ്യർക്ക് പണമല്ല അവരത്. എന്തും ചെയ്ത് പണം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഒരു സ്ത്രീകളെ കൊണ്ടും അത് സാധിക്കുന്നതല്ല. കുറച്ചൊരു എന്താ പറയുന്നേ, നമുക്കൊരു വളരെ മ്ലേച്ഛമായ ഡയലോഗുകൾ അല്ലെ, ചിരിച്ചുകൊണ്ട് ആണുങ്ങളോട് വളരെ നിലവാരം കുറഞ്ഞ കമന്റുകളാണ്, എന്താ പറയുന്നേ, ഡബിൾ മീനിങ്ങിലുള്ള സംസാരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വന്നു പറയുന്നു സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നു എന്നുള്ളത്. പൈസ മുടക്കി എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ, എൻ്റെ ഇത്തരത്തിലുള്ള ഡാൻസുകൾ, ഇത്തരത്തിലുള്ള അഭിനയ രംഗങ്ങൾ, റീൽസുകൾ, ഷോർട്ട് ഫിലിം, ഇതുപോലുള്ള ബാർ ഡാൻസുകൾ, അന്യരാജ്യങ്ങളിൽ പോലുള്ള ഡാൻസുകളും കോപ്രായത്തരങ്ങളും, അതുപോലെയുള്ള എന്താ പറയുന്നേ, രേണു കളിക്കുന്ന ഓരോ കാര്യങ്ങളും, വാക്കുകൾ അല്ലെ, പല വാക്കുകളും പ്രയോഗിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ വരൂ, പൈസ മുടക്കി, പൈസ അടച്ച് ബുക്ക് ചെയ്ത് ഈ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ വന്ന എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യൂ എന്നാണ് രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം സമൂഹത്തിൽ ഈ ആൾക്കാർ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എല്ലാം കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികളുണ്ടാവും. നിങ്ങൾക്കെല്ലാവർക്കും അമ്മ പെങ്ങന്മാരുണ്ട്. കുടുംബമായി മാന്യമായി ജീവിക്കുന്ന കുടുംബങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വഴുതി വീഴാതിരിക്കുക. കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിട്ട്. വളർന്നു വരുന്ന തലമുറകൾക്ക് തെറ്റായ രീതിയിൽ കൂടി, തെറ്റായ സന്ദേശങ്ങളിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ ഏത് രീതിയിലാണ് മനുഷ്യരെ കാണുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പഠിച്ചു വരുന്ന നല്ല നല്ല കാര്യങ്ങളിലൂടെ, പാഠപുസ്തകങ്ങളിലൂടെയും മറ്റുള്ള അറിവുകളിലൂടെയും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുവന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ ഇതുപോലുള്ള റീൽസുകൾ കാണുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ഒരു കുടുംബങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ, നിങ്ങളെല്ലാവരും അമ്മമാരാണെങ്കിലും നമ്മുടെ സഹോദരന്മാരാണെങ്കിലും ശ്രദ്ധിക്കുക. പണം മുടക്കി ഇതുപോലുള്ള എന്താ പറയുന്നേ,
നടന്മാരുടെ അല്ലേ ഇങ്ങനെയൊന്നും രേണു പറയുന്നവരുള്ള രേണു കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ മാന്യമായി ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവരുടെ ഒരു ചാനല് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ കാണണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളോടൊക്കെ അവർ ലൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് മാന്യമായി ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവരുടെ ചാനല് നമ്മൾ കാണുന്നതിന് ഒരു എന്താ പറയുന്നത്, നമുക്കതിനെ ഒന്നും അങ്ങനെ എതിര് തോന്നുന്നില്ല. ഇതല്ല, വളരെ തെറ്റായ രീതികൾ കൂടെ, മേച്ചമായ വാക്കുകളിലൂടെ, മേച്ചമായ പ്രവൃത്തികളിലൂടെ നടു റോഡിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും അതുപോലെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവിടെ അഭിനയത്തിന്റെ പേര് പറഞ്ഞാണ് അവിടെ കാട്ടിക്കൂടുന്നത്. ആ സെറ്റൻ കോഴിക്കോടിന്റെ കൂടെയാണ് രേണു ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പൊ തന്നെ നമ്മളെല്ലാം പ്രതികരിച്ചിരുന്നു അല്ലെ. അപ്പൊ രേണു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ നടിമാരും അഭിനയിക്കുന്നില്ല. രേണു എപ്പോ പറഞ്ഞാൽ ഇതാ പറഞ്ഞേ, നടികളെല്ലാം അഭിനയിക്കുന്നില്ലേ, ഞാൻ ചെയ്താൽ മാത്രം എന്താ നിങ്ങൾക്ക് കുറ്റം? നിങ്ങൾ പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും സഹോദരന്മാരെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടത്, ഏത് നടിയാണ് ഇത്തരത്തിലുള്ള ഒരു വേഷം ഇട്ടുകൊണ്ട്, ഇറക്കം കൂടിയ കഴുത്തുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് ഏത് നടിയാണ് ഈ സമൂഹത്തിൽ വന്ന് ഇങ്ങനെ മാധ്യമങ്ങളിൽ കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഏത് നടിയാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ ഇത് പറയാമോ? പറ്റില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അവരൊക്കെ മാന്യമായിട്ട് അന്തസ്സായിട്ട് അവര് അഭിനയിക്കുന്ന രംഗങ്ങള് ആ സമയത്ത് അവര് അഭിനയിക്കുന്നു. അഭിനയം കഴിയുമ്പോൾ അവര് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അവരവരുടെ ജോലി കഴിഞ്ഞു. അഭിനയം ഒരു ജോലിയാണ്. മറ്റൊരു നമ്മളിപ്പോ ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാറില്ല. ഞാനും ഉണ്ട്, എനിക്ക് ജോലിയുണ്ട്. നമ്മളൊരു ഓഫീസിൽ പോയി ജോലി ചെയ്താൽ നമ്മൾ ആ സമയം കഴിയുമ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും, നമ്മുടെ കുടുംബത്തിലെ അങ്ങോട്ട് കാര്യങ്ങൾ നോക്കി അങ്ങനെ മുന്നോട്ട് പോകും. പിറ്റേ ദിവസം ജോലിക്ക് പോകും അല്ലെ. ഏത് ജോലി ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു എന്താ പറയുക, ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തൊഴിലുറപ്പിന് മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളായിക്കോട്ടെ, മാനേജ്മെന്റ് ഓഫീസുകളായിക്കോട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ, ഏതൊരു ജോലിയും, എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, അതിൻ്റെതായ മാന്യതയുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള സന്ദേശങ്ങളും വരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ആക്ടർ കുടുംബത്തിൽ എത്രയോ ആക്ടർമാർ അഭിനയിച്ച് അവർ പണം ഉണ്ടാക്കുന്നു, അവരവരുടെ കുടുംബം നോക്കുന്നു. അത് തൊഴിലും മാത്രമാണ്. അത് നമ്മൾ ആ രീതിയിൽ അതേ കണ്ടാൽ മതി. തൊഴിലും ഇതും രണ്ടാണ്, രണ്ട് രീതി കൂടിയാണ്. ഈ രേണുവിനെ ആർക്കാണ് വിമർശിക്കാതിരിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രേണു അല്ലാതെ മറ്റൊരു സ്ത്രീക്ക് ഇതിന് സാധിക്കുമോ? ഈ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ വീടുകളിലെ സ്ത്രീകളുണ്ട്. ആരെങ്കിലും ഇതുപോലെയുള്ള ഡ്രസ്സിട്ട് കൂട്ടി ചാടാൻ നിങ്ങൾ ആരെങ്കിലും അവന്റെ കുടുംബത്തിലുള്ള സ്ത്രീകളെ വിടുമോ? ഒരിക്കലുമില്ല. ഈ റീൽസ് എന്താ പറയുന്ന, ഈ രേണുവിന്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വീഡിയോ പിടിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക്, അവരാരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, രേണുവിന്റെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, രേണുവിന്റെ കൂടെ അഭിനയിക്കുന്നവരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, രേണുവിന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവരാരെങ്കിലും അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ, അമ്മയാണെങ്കിലും സഹോദരി ആണെങ്കിലും ഭാര്യ ആണെങ്കിലും, അവരാരെങ്കിലും ഇതുപോലുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ കളിക്കാനായിട്ട്, ഡാൻസ് കളിക്കാനായിട്ട്, അല്ലെങ്കിൽ ബാർ ഡാൻസ് കളിക്കാനായിട്ട് നിങ്ങളുടെ ആരുടെയും വീട്ടിലെ സ്ത്രീകളെ വിടുമോ? ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ആരും അങ്ങനെ വിടില്ല അല്ലെ. ആരെങ്കിലും വിടുവോ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഇതുപോലെ ചാടാനായിട്ട് പോകാൻ തയ്യാറാവുമോ? ഒരിക്കലുമില്ല. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ആരും വിടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കും, രേണുവല്ലാതെ മറ്റൊരു സ്ത്രീക്കും ഇതിൽ കഴിയില്ല എന്ന് അല്ലെ. ഒരു രേണുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും ഡബിൾ മീനിങ്ങിൽ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ചോദിച്ചാൽ വിവരം അറിയല്ലേ. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ചോദിക്കില്ല. രേണുവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ രേണു തിരിച്ച് അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലാണ് രേണു ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇതിന് സാധിക്കുമോ? ഇത്രയും തരമാണ് രീതിയിൽ സ്ത്രീകൾ അതപ്പതിക്കരുതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ അഭിപ്രായം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ തെളിവാണ് രേണുവിന്റെ വീഡിയോയ്ക്ക് വരുന്ന കമന്റ്സുകൾ. അതിന്റെ തെളിവുകളാണ്. ഇത്രയധികം നെഗറ്റീവ് കമന്റ് വായിക്കൂട്ടുന്ന, ഇത്രയും നെഗറ്റീവ് കമന്റ് ഏറ്റുവാങ്ങുന്ന, നെഗറ്റീവ് കമന്റിലൂടെ വളർന്നു വന്ന മറ്റൊരു സ്ത്രീയില്ല, മറ്റൊരു എന്താ പറയുക, നടിയോ നടന്മാരോ ഒന്നുമില്ല. അപ്പോ ഇപ്പോ ഈ ഒരു കാര്യം ഇത് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ രേണുവിന്റെ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സബ്സ്ക്രിപ്ഷൻ ഇത്ര പെട്ടെന്ന് ഇതിലേക്ക് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. രേണുവിന്റെ ഓരോ പോക്കും, ഓരോ വാക്കും, ചലനങ്ങളും, രീതിയും, നടക്കുന്ന രീതിയും, ചെയ്യുന്ന രീതിയും
പ്രതികരിക്കുന്ന രീതിയും ഷൗട്ട് ചെയ്യുന്ന രീതിയും എല്ലാം കണ്ടപ്പം ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. എങ്കിൽ കൂടി ഇത്രയെങ്കിലും പെട്ടെന്ന് ഇതിലേക്ക് വരും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നിരിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ സാധിക്കുമല്ലോ, അത് ഏത് രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും, എത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കും, എത്തരത്തിലുള്ള ഒരു ഡയലോഗ് ആയിരിക്കും, എത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഈ സ്ത്രീയിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അല്ലേ, നമ്മളൊരു എന്തെങ്കിലും ഒരു ന്യൂസോ അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ എടുത്താൽ ആദ്യമേ കാണുന്നത് എന്താണ്? ഇതാണ് കാണുന്നത്. ഇതിങ്ങനെ വളർന്നു വലുതായി പെരുകി പെരുകി പോവുകയാണ് ലോകത്തിന്റെ അവസ്ഥയെ. ഈ സമൂഹം ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഇതിന്റെ ഒരു അന്ത്യം അത് ഏത് രീതിയിലായി? അത് നമ്മുടെ കുട്ടികളാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ മോശമായ കാര്യങ്ങളിൽ കൂടി അവർക്ക് പോകുവാനുള്ള ഒരു സന്ദേശമാണ് ഈ രേണു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം. ഒറ്റക്കെട്ടായി ജനങ്ങൾ പ്രതികരിച്ചാൽ കാണുന്നില്ല എന്ന് വെച്ച് നോക്കിക്കേ, ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് ദോഷകരമായിട്ട് വരുന്ന വീഡിയോസ് ഒന്നും നമുക്ക് കാണേണ്ട കാര്യമില്ല അല്ലെ. അത് തുറക്കാതിരിക്കുക, ഓപ്പൺ ആക്കാതിരിക്കുക. ഈ പല ആൾക്കാരും ഇത് കേട്ടുകൊണ്ട് എന്നാ രേണുവിന്റെ കുറച്ച് ഇത് വീഡിയോസ് കാണാം എന്നൊക്കെ പറഞ്ഞ് പൈസയും മുടക്കി നമ്മുടെ പലലന്തിയോളം ജോലി എടുത്ത്, ഏത് ജോലിയാണെങ്കിലും എല്ലാ ജോലിക്കും മഹത്വമുണ്ട്. നാണക്കേട് രേണുവിനെ അറിയത്തേയില്ല. രേണുവിന്റെ കുടുംബക്കാർ ഇത് കാണുന്നില്ലേ? ഇതെല്ലാം രേണുവിനെ അമ്മയ്ക്കൊന്ന് നിർത്താൻ പാടില്ലേ? രേണുവിനെ ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തുള്ളൂ. രേണുവിനെ കൂടുതൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് രേണുവിന്റെ അമ്മയെയും മാതാപിതാക്കളെ രണ്ടുപേരെയും, അച്ഛനെയും അമ്മയെയും അല്ലെ. ഒരു വളർന്നു വലുതാകുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ഇപ്പം രേണു കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം രേണു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ, ഏത് രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊക്കെ കാണുന്നതാണല്ലോ, പറയണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പറയാൻ പോലും ബുദ്ധിമുട്ടാണ് നമുക്ക്. എല്ലാ പേരും ഇതാണ്, നമുക്കൊരു ഇറിറ്റേഷനാണ്, നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ രേണു ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുകയും രംഗത്തിറങ്ങി ഇങ്ങനെ ചാടി മറിയുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ വീട്ടിലുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു? സുധിയുടെ കാര്യം പറഞ്ഞാണല്ലോ രേണു തുടങ്ങിയത് അഭിനയം. എന്നിട്ടാ സുധിയെ കളിയാക്കുന്ന രീതിയിൽ, സുധി സ്വന്തം ഭർത്താവല്ലേ, ഇപ്പം മരിച്ചുപോയി എന്നല്ലേ ഉള്ളൂ, സ്വന്തം ഭർത്താവിനെ കളിയാക്കുന്ന രീതിയിലാണ് രേണു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് മനുഷ്യനെ കാണാം? ആ മനുഷ്യനെ ബഹുമാനം ഉണ്ടായിരുന്നു, സുധിയെ ബഹുമാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ജനങ്ങൾ, ഞാനടക്കമുള്ള ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു, ആരാധിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. പക്ഷെ അതല്ല ഇപ്പം രേണുവായിട്ട് എല്ലാം കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ രേണുവിന്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സത്യം പറഞ്ഞാൽ ഈ സുധിയെ കൂടെ നമുക്ക് അദ്ദേഹത്തോട് കൂടി നമുക്ക് വലിയ ഒരു ദേഷ്യമാണ് തോന്നുന്നത്. ഇത്തരത്തിൽ ഈ ഭാര്യ ഇത്തരത്തിൽ അതപ്പതിച്ചല്ലോ കരുതി. അതുപോലെ രേണു ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് പരിപാടിയിൽ അനുമോളും എന്താ പറയുന്നത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് എത്ര സപ്പോർട്ട് ചെയ്താണ് ഈ രേണുവിനെ. കൊണ്ടില്ലേ എല്ലാ ആഴ്ചയിലും അനുമോൾ ലക്ഷ്മി നക്ഷത്രം പോയി സഹായിക്കുകയും സുധിയുടെ കാര്യങ്ങളും, സുധിയുടെ കുഞ്ഞിപ്പെങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കുട്ടി പെങ്ങളുകുട്ടിയാന്നൊക്കെ പറഞ്ഞ് സുധിയുടെ പെങ്ങളുകുട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അനുമോളും അതുപോലെ സഹപ്രവർത്തകർ എല്ലാവരും ചേർത്ത് നിർത്തിയ ഒരു രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ഇതുപോലുള്ള ഒരാൾക്ക് എന്ത് സഹായമാണ് ചെയ്തത്? ആരെന്ത് പറഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലായി. നമ്മൾ കുടത്തിന് മുകളിൽ വെള്ളം എന്താ പറയുമോ അല്ലേ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലേ, കുടത്തിന് മുകളിൽ വെള്ളം ഒഴിച്ചാൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉദാഹരണം നമ്മളൊക്കെ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവന് ബിഷപ്പ് സ്ഥലവും കൊടുത്തു, വീടും വെച്ച് കൊടുത്തിട്ട് അവരെ താമസിപ്പിച്ചതിന് ഇപ്പം ബിഷപ്പിന് ആദ്യം ഇഷ്ടം പോലെ കിട്ടി. ബിഷപ്പാമ്പെന്ന് വരെ ജനങ്ങളുടെ ഇടയിൽ വന്നു നിന്ന് ആർക്കെങ്കിലും ഇതുപോലെ സഹായം ചെയ്യുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ നമുക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും? ആരും അങ്ങനെ സഹായം ആരുടെയും വാങ്ങിച്ചല്ല ആരും കഴിയുന്നത് അല്ലേ. നമ്മളൊക്കെ ഒരു ജോലി ചെയ്താണ് ജീവിക്കുന്നത്. മറ്റൊരാൾ കരാനായിട്ട് നോക്കിയപ്പോൾ മറ്റൊരാൾ കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ സുധി മരിച്ചത് കൊണ്ടാണ് എന്തെങ്കിലും സഹായം ചെയ്യുന്നത്. അത് അവരുടെ ഒരു സംസ്കാരം ആണ് അവർ കാണിച്ചത്. അവരറിയാവുന്ന ആൾക്കാർ സുധിയുടെ ഭാര്യയാണല്ലോ, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്നുള്ളൊരു സാമാന്യ ഒരു ബോധം അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരു മനസ്സുണ്ടായി പോയി. അതാണ് അവർ ചെയ്ത തെറ്റ്. അതാണിപ്പം കൂട്ടുകാരികളെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് വിമർശിച്ചത്. വിഷപ്പാമ്പെന്നും പറഞ്ഞ് മെസ്സേജ് ഇടും എന്നൊക്കെ പറഞ്ഞു. മെസ്സേജ് ഇടുന്ന എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനത്തെ മെസ്സേജ്? അവർ ഭയങ്കര മെസ്സേജ് വന്നു എന്നാണ് പറയുന്നത്. ഈ മെസ്സേജ് ഇങ്ങനെ വന്നെങ്കിൽ നമുക്കറിയില്ല, വന്നു എങ്കിൽ വന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവർക്ക് മെസ്സേജ് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതൊക്കെ ചിന്തിക്കണം. പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണം. മറ്റൊരു സ്ത്രീകൾക്കും വരാത്ത രീതിയിലുള്ള മെസ്സേജ് ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണയേ വരുള്ളൂ അല്ലേ. ഒറ്റത്തവണയിലെ മെസ്സേജ് അങ്ങനെ വന്നാൽ വരുള്ളൂ. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? ഇതൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, സംസ്കാരമുണ്ട്, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയയിൽ വന്ന് എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ജേനുവും കൂട്ടരും. ഇവിടെ കേൾക്കാൻ ആളുണ്ട്, കേട്ടാൽ പ്രതികരിച്ചിരിക്കൂ. കാരണം ഇത്രയും മോശമായ പരിപാടി ഇന്ന് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. പല ചാനലുകളും ഉണ്ട്,
ഇപ്പൊ പറയുമായിരിക്കും നിങ്ങൾ കാണണ്ടാന്ന്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നു നോക്കുന്ന കാണുന്നതല്ലേ. അപ്പൊ കാണുന്നില്ല, ഞാൻ കാണുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ രേണുവിന്റെ ഈ ഇത് ഇനി എടുക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ച. കാരണം വെച്ചാൽ ഡബിൾ മീനിങ്ങിലുള്ള സംസാരം ഞാൻ ഓർത്ത് ഇനി ഇത് കാണത്തോ ഇതിന്റെ പ്രതികരിച്ച വീഡിയോ ഇടുന്നില്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഇതാണ്. രേണുവായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ രേണുവിന്റെ ഇത് ഇനി ഇടുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അത്രയും സംസ്കാരമില്ലാത്ത, അത്രയും തരംതാണൊക്കെ നമുക്ക് ഈ സ്ത്രീയുടെ ഒരു വീഡിയോ കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിക്കാനാണ്. കയ്യിലിരിക്കുന്ന പണവും മുടക്കി, ഞാൻ ചുരുക്കി എന്ന് പറയുകയാണ്, കയ്യിലിരിക്കുന്ന പണവും മുടക്കി നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾ, സഹോദരന്മാരായിക്കോട്ടെ, ഭർത്താക്കന്മാരായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അങ്ങനെയുള്ള ആണുങ്ങൾ, കൊച്ചുകുട്ടികൾ, വളർന്നു വരുന്ന യുവാക്കൾ, 22 വയസ്സ്, 20 വയസ്സ്, 15 വയസ്സ്, 18 വയസ്സൊക്കെയുള്ള പിള്ളേർ സെറ്റ്, അവരെയൊക്കെ ഇതിലേക്ക് വഴുതി വീഴാതെ, കാരണം ഇതൊക്കെ കണ്ട് എങ്ങനെ കുട്ടികൾ വളർന്നു വരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഓരോ യൂട്യൂബേഴ്സും രേണു ചോദിക്കുന്ന പൈസ ഞാൻ പോലും പൈസ ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ദോഷപരമായിട്ട് വരുന്ന കാര്യമായതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. അല്ലാതെ പൈസ ഉണ്ടാക്കാനല്ല. പൈസ ഉണ്ടാക്കാൻ തന്നെ അല്ല നമ്മളിങ്ങനെ ഇത് ഇത്രയും മോശമായ ഒരു പരിപാടി ആരും കാണരുതെന്ന് പറയാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാതെ പൈസ മാത്രം മോഹിച്ച് എന്തും പൈസ അങ്ങനെയുള്ളൊരു ചിന്ത നമുക്ക് ചെയ്യാൻ പാടില്ല എന്നൊരിക്കലും വരില്ല. നമ്മുടെ മഞ്ജു പത്രോസ് പറഞ്ഞല്ലോ, മാന്യത വിട്ട് അഭിമാനത്തോടെ തന്നെ സ്ത്രീകൾ ജീവിക്കണം എന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. മഞ്ജു പത്രോസ് വന്ന നടി പറഞ്ഞത് എത്ര ശരിയാണ്. എത്ര അർത്ഥവത്തുള്ള വാക്കുകളാണ് പറഞ്ഞത്. അതൊക്കെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് തന്നെ അറിയാം സത്യമാണ്. മഞ്ജു പത്രോസ് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ടവരോട് യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറയാൻ മടിയില്ലാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് മഞ്ജു പത്രോസ് ചെയ്ത നല്ല കാര്യം. അങ്ങനെ നല്ല കാര്യം നമ്മൾ എവിടെ കണ്ടാലും പറയാം. നല്ല കാര്യം നമ്മൾ എവിടെ കണ്ടാലും നമുക്കിതിനെ നല്ലതിന് നമുക്ക് ഈ രേണുവിന്റെ കൂട്ടരും വിചാരിച്ചിരിക്കുന്നത് ഈ മീഡിയയിൽ വന്നിങ്ങനെ സംസാരിക്കുകയും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ അവനെ നടു റോഡിൽ കിടന്ന് പിന്നെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതാണ് വളർന്നു വലുതായെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ വളർന്നു വലുതായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് എന്ത് പറയും? പഠിച്ച് വളരെ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എന്ത് പറയുന്നില്ല, ഇന്നയാള് ഇത്രയും വലിയ ഒരു പൊസിഷനിലായി, നല്ല പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും, വർഷങ്ങളോളം ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ച്, വർഷങ്ങളോളം കാത്തിരുന്ന്, വെയിറ്റ് ലിസ്റ്റ് കാത്തിരുന്ന്, നിയമനം കാത്തിരുന്ന് ലാസ്റ്റ് ജോലി കിട്ടിക്കഴിയുമ്പോൾ ജോലി ചെയ്യുകയും അന്തസ്സോടെ ജീവിക്കുകയും വളരെ പൊസിഷനിലെത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരെയൊക്കെയാണ് ഉന്നതങ്ങളിലെത്തി എന്ന് പറയേണ്ടത് അല്ലേ. നല്ല പഠിച്ച് ജോലി കിട്ടി വളർന്ന വലിയ വലിയ ഉന്നതങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അല്ലേ പഠിച്ച് വളർന്നു വലുതായി വളർന്നു വന്നു എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇതുപോലെയുള്ള ലോ ക്ലാസ്സിലുള്ള പരിപാടിക്കാണോ നമ്മൾ വളർന്നു വലുതായി എന്ന് പറയുന്നത്? അപ്പോൾ വളർന്നു വലുതായി പൊസിഷനിലെത്തി രേണുവിന്റെ അമ്മയോടൊക്കെ ചോദിക്കുന്നത് ഭയങ്കര കലാകാരിയാണോ, ഇത്രയും വളരുമെന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ മീഡിയക്കാരുടെ ചോദ്യമൊക്കെ കേട്ടാൽ തോന്നും എന്തോ പിന്നെ IAS സെലക്ഷൻ കിട്ടി എന്നുള്ള രീതിയിൽ കൂടെയുള്ള സംസാരമാണ്. അപ്പം പറയും, അപ്പോൾ അമ്മ പറയുന്നതോ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കലാകാരന്മാരാണ്, ആംഗ്ലമാരെല്ലാം കലാകാരന്മാരാണ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ആംഗ്ലമാരെ കണ്ടിട്ടുണ്ടോ കലാകാരന്മാരായിട്ട്? അപ്പോൾ ഇതെല്ലാം രേണുവിൻ്റെ ബ്രെയിൻ വാഷാണ്. ഈ അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും ഇവരെല്ലാവരും പറയുന്നത് രേണു ഭയങ്കര കലാകാരിയാണ്, ഞങ്ങളെല്ലാവരും ഭയങ്കര കലാകാരന്മാരാണ്, പാരമ്പര്യമായിട്ട് കലാകാരന്മാരാണെന്നൊക്കെ പറയുന്നത് രേണുവിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നാണ്. അപ്പോൾ ചുരുക്കി ഞാൻ ഉദ്ദേശിച്ചത് രേണുവിൻ്റെ ഇതുപോലുള്ള ചാനലിൽ ചെന്ന് വഴിപ്പെടാതിരിക്കുക, പരമാവധി രേണുവിൻ്റെ ഇത് കാണാതിരിക്കാൻ ശ്രമിക്കുക. കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്തായാലും വേണം. രേണുവിൻ്റെ സാധാരണ നമ്മൾ കാണുന്നവർ രേണുവിൻ്റെ ഇത് കാണാൻ എന്താന്ന് വിചാരിച്ചാൽ അത്രേ ഉള്ളൂ. പക്ഷേ എന്തായാലും സബ്സ്ക്രിപ്ഷനിൽ ചാനലിലേക്ക് പ്രവേശിക്കുമ്പോൾ പൈസ മുടക്കിയാണ്. പിന്നെ അത്രയ്ക്ക് മഹത്തരമുള്ള വീഡിയോസ് ആണോ? അത്രയ്ക്ക് മോട്ടിവേഷനുള്ളൊരു വീഡിയോ ആണോ? അത്രയ്ക്കും നല്ല ഇതാണോ? അതിപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കുക, എന്താ പറയുന്നത്, അതിനെ പ്രതികരണശേഷിയുള്ളവരായിരിക്കുക, ഇതിൽ ചെന്ന് പെടാതിരിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലുള്ളത് ഒഴിവാക്കുക എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ആവശ്യപ്പെടാനുള്ളത്. ഇത് പറയുമ്പോൾ രേണുവിൻ്റെ സപ്പോർട്ട് അടിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വിമർശനാത്മകമായിട്ട് തോന്നാം. പക്ഷേ അതൊന്നും തോന്നും
കുറച്ചുനാൾ കഴിയുമ്പോൾ അവർക്ക് ഇപ്പോഴുള്ള ഇതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവർക്കും തോന്നും എത്രത്തോളം ആയിരുന്നു എന്ന് തോന്നും. തോന്നാതെ അവിടെ തോന്നും. അത് അപ്പോഴേക്കും ഒരു പരുവം ആയിത്തീരും. രേണു പഠിക്കുന്ന ഒരു കാലം വരെ ആ ഇളയ കുട്ടിക്ക് ഒരു 12 വയസ്സാകുമ്പോൾ, ഇന്നത്തെ കാലത്ത് ഒരു 12 വയസ്സാകുന്ന കുട്ടിക്ക് പോലും തിരിച്ചറിയാൻ ആ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ ഒരു 10-12 വയസ്സ് അതിനാ കൊച്ചിന് ഇപ്പം തന്നെ 6 വയസ്സായി. അപ്പോൾ ഒരു 10-12 വയസ്സാകുമ്പോൾ ആ കൊച്ചിൻ്റെ കൂട്ടുകാർ കളിയാക്കും, ഇങ്ങനെ നടക്കുന്നതിൻ്റെ കളിയാക്കും. അപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് നാണക്കേടുണ്ടാകും. അപ്പോൾ ആ കുട്ടി അമ്മയോട് എതിർത്ത് സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. രേണു വിവരമാണ്. അതുവരെ രേണു കണ്ടാൽ പഠിക്കത്തില്ല. ചിലർ കണ്ടാൽ പഠിക്കത്തില്ല, കൊണ്ടാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. ആ ഒരു ദിവസം ഒത്തിരി അകലെയല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒത്തിരി അകലെയല്ല. അപ്പോൾ ഞാൻ മൂത്ത മകൻ കോളേജിൽ പഠിക്കുന്ന കൊച്ചത് അല്ലേ, ഇതിനെ ഒരു 20 വയസ്സം കണ്ടേ ഉള്ളൂ, 20-21 വയസ്സേ ഉള്ളൂ മൂത്ത മോന്. ആ മോൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമല്ലേ, അവനെ കൂട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കുമ്പം കളിയാക്കൽ വരത്തില്ലേ? അതൊന്നും ചിന്തിക്കാതെ ഈ ഒരു അമ്മയാണ്, ഒരു കുടുംബം നോക്കേണ്ട, ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും കാര്യം നോക്കേണ്ട ഒരു സ്ത്രീയാണ്. രാവിലെ ഇതിന്റെ പേരും പറഞ്ഞ് ഇറങ്ങി തിരിച്ചങ്ങ് പോയേക്കുവാണ്. യാതൊരു കാര്യങ്ങളും ചെയ്യണ്ട, പണം കൊണ്ട് നിങ്ങൾ കൊടുത്താൽ മതി ആ അമ്മയ്ക്ക് വെച്ചിനും. ആ അമ്മ അച്ഛനൊക്കെ റീഡി വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോവോ? റീഡി വീട്ടിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നടക്കണ്ട എന്ന് പറയും. ഇതുപോലുള്ള വേഷം ഇട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കത്തില്ലേ, പിന്നെ പോവോ? പിന്നെയും എതിർത്ത് പോയാൽ ആ സ്ത്രീയെ പിന്നെ എതിർത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമുള്ള അല്ല, പറഞ്ഞാൽ നിൽക്കുന്ന ഒരു ടൈപ്പല്ല, അങ്ങനെയുള്ള ഒരു കുടുംബമല്ല എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. എന്തായാലും ഞാൻ ഇന്ന് ഉദ്ദേശിച്ച കാര്യം ഇതാണ്. രേണുവിൻ്റെ ചാനലിൽ സബ്സ്ക്രിപ്ഷനിൽ പോയി ചെന്നു പെടാതിരിക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.